നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദർശനം ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. 2026 രോഹിണി നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ പൊതുഫലമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സഹകരിക്കുക, ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സഹകരണം തന്നെയാണ് നിങ്ങളുടെ ആത്മാർപ്പണവും പ്രാർത്ഥനയും. കലിയുഗത്തിൽ പ്രാർത്ഥനയ്ക്കും നാമജപത്തിനുമാണ് പ്രാധാന്യം. സഹകരണവും ആത്മാർപ്പണവും പ്രാർത്ഥനയാകുമ്പോൾ ഇഷ്ടദേവതയുടെ പേരും കുടുംബപ്പേരും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ജനന സമയവും സ്ഥലവും പേരും നക്ഷത്രവും വീട്ടുപേരും കമൻറ്റ് ചെയ്താൽ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് പൂജാതി കാര്യങ്ങൾക്ക് ശേഷം മറുപടി തരുന്നതാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ ചെയ്യുക. ഓരോ മാസവും എടുക്കുന്ന ഭാഗ്യപരീക്ഷണത്തിൽ ഭഗവത് പ്രീതിക്ക് പാത്രീഭൂതരാകുന്നവർക്ക് ഭഗവത് പ്രസാദമായി സമ്മാനങ്ങളും നൽകുന്നതാണ്. രോഹിണി ആൾക്കാരുടെ 2026 പൊതുഫലങ്ങളിലേക്ക് കടക്കാം. ശുക്രനാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ. പൊതു സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർ സ്വഭാവത്തിൽ ശാന്തരും മധുരമായി സംസാരിക്കുന്നവരുമാണ്. ചിന്താശീലവും കലാഭിരുചിയും സൗന്ദര്യബോധവും ഉള്ളവരായി ഇവർ അറിയപ്പെടുകയാണ്. മനസ്സിൻ്റെ ചലനങ്ങൾ വേഗത്തിൽ മാറുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ചിലപ്പോൾ മാനസിക വിഷമവും അനുഭവപ്പെടാം. സ്നേഹവും കുടുംബബന്ധവും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അംശങ്ങളാണ്. ബ്രഹ്മാവാണ് ദേവത. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. പുതിയ സൃഷ്ടികൾക്കും നവീന ചിന്തകൾക്കും പ്രചോദനമാവുന്ന നക്ഷത്രമാണിത്. ബുദ്ധിയുടെയും കണിശതയുടെയും പ്രതീകമായ പാമ്പാണ് മൃഗം. സമയബോധം, സൂക്ഷ്മമായ കണക്കുകൂട്ടൽ ഇവയൊക്കെ തന്നെയാണ് ഇവയുടെ പ്രധാന ഗുണങ്ങൾ. വിവാഹ പൊരുത്തത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അശ്വതി, തിരുവാതിര, ഉത്രം, ചിത്തിര 1-2 പാദങ്ങൾ, ചോതി, വിശാഖം 1-2 പാദങ്ങൾ എന്നിവ അനുയോജ്യമായ നക്ഷത്രങ്ങളാണ്. ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭരണി, പൂരം, ഉത്രാടം, അവിട്ടം, പൂരാടം, രേവതി എന്നീ നക്ഷത്രങ്ങൾ രോഹിണി നക്ഷത്രക്കാരുമായി യാതൊരു വിധത്തിലുള്ള വിവാഹാലോചനകളും നടത്തേണ്ടതില്ല. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അശ്വതി, കാർത്തിക 1 മുതൽ 3 പാദങ്ങൾ, ഉത്രം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഒരിക്കലും ചേരാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി, പൂരം, ഉത്രാടം, അവിട്ടം, പൂരാടം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരുമായിട്ടുള്ള വിവാഹമോ കൂട്ടുപ്രവർത്തനങ്ങളോ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. 2026 വിവാഹയോഗം ശക്തമാണ്. വിവാഹിതരാകാത്ത സ്ത്രീപുരുഷന്മാർക്ക് ഈ സമയം പ്രത്യേകമായി പരിഗണിച്ചാൽ വിവാഹയോഗമുണ്ട്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ വളരെ സാധ്യതയാണ്. അതുകൊണ്ട് വിവാഹിതരാകാതെ നിൽക്കുന്ന സ്ത്രീപുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് വിവാഹയോഗം ആണ് ഈ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവ്. വിവാഹിതരായ സ്ത്രീപുരുഷന്മാർക്ക് സഹജീവനത്തിൽ കൂടുതൽ മനസ്സിലാക്കലും പ്രണയ അഭിവൃദ്ധിയും ഉണ്ടാകും. സ്ത്രീ നക്ഷത്രക്കാർക്ക് ഭർത്താവിൻ്റെ വളർച്ചയും സ്ഥാനങ്ങൾ ഉയരുന്നതും വ്യക്തമായി അനുഭവപ്പെടും. പുരുഷന്മാർക്ക് ഭാര്യയുടെ സഹകരണം വളരെയധികം ലഭിക്കുകയും ചെയ്യും. 2026 ശുക്രനും ചന്ദ്രനും അനുകൂലമായതിനാൽ ധനവും വാഹനങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ട്. വാസ്തുശാസ്ത്രപരമായ സ്വത്തുകളിലേക്ക് പ്രവേശനം ലഭിക്കും. വിദേശ ബന്ധങ്ങൾ വഴി ലാഭം ലഭിക്കും. ജൂലൈ, സെപ്റ്റംബർ കാലയളവിൽ ചെലവ് കൂടുതലായിരിക്കും. അത് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. കല, ഡിസൈനിങ്, ബിസിനസ് മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാർച്ച്, സെപ്റ്റംബർ മാസങ്ങൾ പരീക്ഷാഫലം അനുകൂലമായിരിക്കും. 2026 തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാകും. ജനുവരി മുതൽ മാർച്ച് വരെ പുതിയ അവസരങ്ങൾ ലഭിക്കും. ഏപ്രിൽ, ജൂൺ കാലയളവിൽ സ്ഥാനമാനങ്ങൾക്ക് ഉന്നതിയുണ്ടാകും. പ്രമോഷൻ ലഭിക്കും. വിദേശ ജോലിക്ക് അവസരം ലഭിക്കും. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ വലിയ ലാഭം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുമെന്നുള്ളതാണ് പ്രത്യേകത. മാതാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. പിതാവിൻ്റെ സഹകരണവും ആരോഗ്യവും എല്ലാവർക്കും ലഭിക്കും. പിതൃസ്ഥാനത്ത്, അതായത് പിതൃക്കളിൽ നിന്ന്
നിലവിലുണ്ടായിരുന്ന കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടായി, നമുക്ക് അനുഗ്രഹമായി മാറും. പിതൃതർപ്പണം അനുകൂലമായ ഫലവും ഉണ്ടാകും. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും വർദ്ധിക്കും. സേവന പ്രവർത്തനങ്ങളിലും കൂട്ടായ്മകളിലും ഭാഗമായാൽ പ്രശസ്തി വർദ്ധിക്കും. ജനപ്രിയതയും ആത്മവിശ്വാസവും ഉയരുന്ന വർഷമാണിത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് 2026 അനുകൂലമായ സമയമാണ്. ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ സ്ഥാനവർദ്ധനയ്ക്കും പദവിക്കും സാധ്യതയുണ്ട്. ജനപിന്തുണ വർദ്ധിക്കും. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസ കാലയളവ് നോക്കിയാൽ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഉചിതമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉത്തമമായ സമയമാണ്. ജോലിയിൽ അംഗീകാരവും പ്രമോഷനും ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. വീട് വിപുലീകരിക്കപ്പെടും. ശുഭമായ മാസമെന്ന് പറയുന്നത് ഫെബ്രുവരിയാണ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളെ പരിശോധിച്ചാൽ വിവാഹത്തിന് യോഗമുണ്ട്. ശക്തമായ പൊതുപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണ്. തൊഴിൽ രംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കും. വിദേശ ബന്ധങ്ങൾ ശക്തമാകും. ആരോഗ്യപരമായി കഴുത്ത്, കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും. ശുക്രൻ്റെ അനുഗ്രഹം ലഭിക്കും. സന്തോഷവും സൗന്ദര്യവുമുള്ള കാലഘട്ടമായിരിക്കും. മെയ് മാസം വളരെ ശുഭകരമാണ്. ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കും. പഴയ കടങ്ങൾ തീരും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. ബന്ധുക്കളിൽ നിന്നും ചെറു അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. ബുദ്ധിപൂർവമായി സമീപിക്കുകയാണ് ഉചിതം. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം വളരെ ശുഭകരമാണ്. വാഹനയാത്രയിൽ വളരെയേറെ ജാഗ്രത പാലിക്കണം. അപകട സാധ്യതയ്ക്ക് കൂടുതലായി കാണുന്നുണ്ട്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവ് പരിശോധിച്ചാൽ രോഹിണി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിലും ജോലിയിലും വലിയ നേട്ടങ്ങളുണ്ടാകും. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുവകകൾ ലഭിക്കും. ആത്മീയതയിൽ വളരെ ആകർഷണം തോന്നും. കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ ലഭിക്കും. കുട്ടികളുണ്ടാകാനുള്ള സാധ്യത കുടുംബത്തിൽ വളരെ കൂടുതലാണ്. നവംബർ മാസം വളരെ ശുഭകരമായിരിക്കും. ഉറക്കക്കുറവ് ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദവും ശ്രദ്ധിക്കേണ്ടതാണ്. 2026 പൊതുവെ പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് സമ്പത്ത് ഉജ്ജ്വലമായിരിക്കും. ധനവും വാഹനങ്ങളും ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കും. സ്വത്തിന് വളർച്ചയുണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സ്നേഹവും ഐക്യവും ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയവും ഉന്നത പഠനവും വിദേശ അവസരങ്ങളിലേക്കുള്ള സാധ്യതകളും ഉണ്ടാകും. തൊഴിലിൽ വളർച്ച, സ്ഥാന ഉന്നതി, ശമ്പള വർധന തുടങ്ങിയവ ഉണ്ടാകും. വിവാഹം അനുകൂലമായിരിക്കും. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ വിവാഹത്തിന് യോഗമുണ്ട്. മിതമായ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കണം. വിവാഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങൾ വിവാഹയോഗമുണ്ട്. ആരോഗ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മാനസികമായ സമ്മർദ്ദം കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. മാതാപിതാക്കൾക്ക് സന്തോഷവും പിതൃസഹായവും ലഭിക്കും. രാഷ്ട്രീയ വളർച്ചയുണ്ടാകും. ജനപിന്തുണയും അംഗീകാരവും ലഭിക്കും. നിർദ്ദേശമായി പറയാനുള്ളതാണെങ്കിൽ എല്ലാവരും തിങ്കളാഴ്ചകളിൽ ചന്ദ്ര നമസ്കാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസമാധാനം ലഭിക്കാൻ ഇത് വളരെ ഉചിതമായിരിക്കും. വെള്ളിയാഴ്ച ശുക്രപൂജ. സമ്പത്തും സൗഭാഗ്യവും വർദ്ധിക്കും. ഓം ചന്ദ്രായ നമ ദിവസവും 11 തവണ ജപിക്കുക. വെള്ള നിറമുള്ള വസ്ത്രം ധരിക്കുക. ശാന്തത ഭരിക്കുക. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2026 രോഹിണി നക്ഷത്രക്കാർക്ക് വിജയത്തിൻ്റെ വർഷമാണ്. ധനം അധികമായി ലഭിക്കും. കുടുംബത്ത് ഭദ്രതയുണ്ടാകും. പ്രണയം, തൊഴിൽ, സമൂഹ ബഹുമാനം, എല്ലാ കാര്യങ്ങളിലും ഉയർച്ച, ഇവയൊക്കെ പൊതുഫലമാണ്. ചന്ദ്രനും ശുക്രനും അനുഗ്രഹിക്കുന്നതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. എല്ലാവർക്കും നമസ്കാരം. ശുഭം.